ഇതാ വളരെ താമസിച്ചിട്ടാണെങ്കിലും നല്ലൊരു പ്ലം കേക്ക് റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ ക്രിസ്മസിന് വേണ്ടിയാണ് ഞാൻ തിരക്കുകളിൽപ്പെട്ടാണ് ഇത് ചെയ്യാൻ പറ്റാണ്ട് ഒരുപാട് ഡിലേ ആയിപ്പോയത്. ഞാൻ പറയുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്തെടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് വളരെ റിച്ച് ആയിട്ടുള്ളൊരു പ്ലം കേക്ക്, ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ബ്ലാക്ക് റൈസിൻസ് ആണ്. ബ്ലാക്ക് റൈസിൻസ് ചെറുതും വലുതായിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് അങ്ങനെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഒരേ ടൈപ്പിലുള്ളത് നിങ്ങൾക്ക് എടുക്കാം. ഇത് കുറച്ച് മെലൻ, അതുപോലെ തന്നെ പിന്നെ പപ്പായ ഡ്രൈ ആക്കിയതും, കിവി, പിന്നെ ഇത് ഫിക്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ആപ്രിക്കറ്റ് എടുത്തിട്ടുണ്ട്. 2 ഡേറ്റ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം ഡേറ്റ്സ് അധികമായിട്ട് ഇടുന്നത് എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ റെഡ് ചെറീസ് എടുത്തിട്ടുണ്ട്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, ക്രാൻബെറീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ എടുത്തേക്കാണ്. 1 കപ്പ് മൈദയ്ക്ക് ഞാൻ 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ 1.5 കപ്പ് ആക്കി എടുക്കുകയാണ്. ഒരു 1/4 പോർഷൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്രാൻബെറീസും ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്താ ഇവിടെ ഞാൻ ഓറഞ്ച് വെള്ളയിച്ചതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ ഇതുപോലൊരു ഓറഞ്ച് നല്ല വൃത്തിയാക്കി കഴുകിയിട്ട് നല്ലതായിട്ട് തുടച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ സ്കിന്ന് ഇതുപോലെ വളരെ സൂക്ഷിച്ച് ഈ വൈറ്റ് പോർഷൻ കാണാത്ത രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി. വൈറ്റ് പോർഷൻ എടുത്തു കഴിഞ്ഞാൽ അത് കയ്പ്പ് രസം വരും. അപ്പോൾ നേർമയായ രീതിയിൽ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് ജ്യൂസ് ഉണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ഒഴിക്കാം, അല്ലെങ്കിൽ ഗ്രേപ്പ് ജ്യൂസ് ആണെങ്കിൽ ഗ്രേപ്പ് ജ്യൂസ് ഒഴിക്കാം. രണ്ടിൻ്റെ മിക്സ് ഞാൻ അങ്ങോട്ട് ഒഴിക്കുകയാണ്. ഇതിപ്പോൾ 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് മാത്രമാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഈ റെഡ് ചെറീസ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നില്ല. കാരണം റെഡ് ചെറീസ് ഇപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ളതായിട്ടുണ്ട്. റെഡ് ചെറീസ് ഞാൻ കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അത് എടുക്കാഞ്ഞത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ലെവലായി കിട്ടുന്ന രീതിയിലുണ്ട്. ഇതിപ്പോൾ ഞാനൊരു ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുകയാണ്. 1 ഡേയുടെ കാര്യം, ഒരു രാത്രി മുഴുവനായിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ പകൽ മുഴുവനായിട്ട് ഇരിക്കുക. ഒരു 8 hours മിനിമം വെച്ച് വെക്കുക. അപ്പോൾ നമുക്ക് നാളെ എടുക്കാം. ഞാനൊരു 1/2 കപ്പ് ഷുഗറാണ് ഞാൻ കാരമലൈസ് ചെയ്യാൻ പോകുന്നത്. ഒട്ടും കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോകാൻ വെച്ചാൽ ഡാർക്ക് കളർ ആകാനും പാടില്ല. ഡാർക്ക് കളർ ആയിക്കഴിഞ്ഞാൽ കേക്കിന് ഒരു കയ്പ്പ് രുചിയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കളർ മതിയാവും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് കട്ടകളൊക്കെ കാണാതെ ഉരുകിക്കോളും. ഇത് കണ്ടില്ലേ, എല്ലാം മെൽറ്റായിട്ടുണ്ട്. കട്ടകളെല്ലാം മെൽറ്റായിട്ടുണ്ട്. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ കാരമൽ ആകുന്ന വരെയും ഇളക്കാൻ പാടില്ല. കാരമൽ ആയതിന് ശേഷം മാത്രം നമ്മൾ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ആ കട്ടകൾ ഭയങ്കരമായിട്ട് കൂടും. കാരമലായി തുടങ്ങുമ്പോൾ ചുമന്ന് വരാറാകുമ്പോഴാണ് നമ്മളതൊന്ന് ഇളക്കി കൊടുക്കുക. കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇനിയും ഇരുന്ന് കഴിഞ്ഞാൽ കളർ കൂടും. കളർ ഒരുപാട് കൂടിയാൽ നമ്മൾ വിചാരിക്കും പ്ലം കേക്കിന് വളരെ നല്ല കളർ കിട്ടുമെന്ന്. പക്ഷേ പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കയ്പ്പ് രുചിയാകും. അപ്പോൾ അത് ആവശ്യമില്ല. ഞാൻ ഇതിലേക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം, നോർമൽ വാട്ടറാണ്, പക്ഷേ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കും. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ തെറിക്കാൻ സാധ്യതയുണ്ട്. അത് റിസ്ക്കാണ്. അപ്പോൾ വളരെ സൂക്ഷിച്ച് ഒരു സൈഡിൽ നിന്ന് മാത്രമായിട്ട് നമ്മൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് ആറണം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഇന്നലെ സോക്ക് ചെയ്ത് വെച്ച ഫ്രൂട്ട്സാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടും ഇതെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ ഇതിന് സോക്ക് ചെയ്ത് ഒന്നുകൂടി ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചത്. ഇപ്പം ഞാനത് ഈ ഒരു ചെറുപ്പത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്.
ഇപ്പോൾ സോക്ക് ചെയ്തത് ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഒരു നമ്മളിപ്പോൾ ഈ ഒരു ഗ്രേപ്സിൻ്റെ ഇപ്പോൾ ബ്ലാക്ക് റൈസിൻസിൻ്റെ ഒന്നും ഇതങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. 1 ഡേ സോക്കിനൂടെ ഒന്നും ഇറങ്ങത്തില്ല. പകരം നമ്മളിപ്പോൾ മാസങ്ങളൊക്കെ സോക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ 1 മന്ത് അല്ലെങ്കിൽ 21 ഡേയ്സ് ഒക്കെ സോക്ക് ചെയ്ത് വെച്ചാൽ പിന്നെയും അതിലോട്ട് പിടിക്കും, നമ്മുടെ ആ ഒരു ജ്യൂസിലോട്ട് പിടിക്കും. പക്ഷേ ഇത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതൊന്ന് ആ ടേസ്റ്റ്, ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ആ കേക്കിൽ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്. ഇതിലേക്ക് ഞാനൊരു 1/3 കപ്പ് ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ഒന്ന് തിളപ്പിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്രൂട്ട്സ് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേന് അതിനുള്ളിൽ ജ്യൂസൊക്കെ ഇതിലോട്ട് ആ ഒരു എക്സ്ട്രാക്റ്റ് നമ്മുടെ കേക്കിലോട് വന്നിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ ഷുഗർ കുറച്ച് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രൂട്ട്സിനും അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച ഓറഞ്ച് ജ്യൂസിനും അതുപോലെ തന്നെ ഗ്രേപ്പ് ജ്യൂസിനൊക്കെ മധുരം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഷുഗർ കുറച്ചത്. പിന്നെ കാരമലൈസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ നല്ല മധുരം കാണും. അപ്പോൾ ഇതിനി ഒത്തിരി നേരം ഇരുന്ന് തിളച്ച് വെന്തുടയേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേന് നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം, മതിയാവും. ഇനി ഒരുപാട് നേരം തിളച്ച് പറ്റേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് തിള വന്നിട്ട് ഞാൻ എനിക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പത വരും, കണ്ടില്ലേ? ഇവിടെ ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ജാതിക്കയുടെ പൊടി ഒരു 1/4 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടില്ല, അതിലും കുറച്ചാണ് എടുത്തേക്കുന്നത്. ഇതിന് നല്ല കാണുണ്ട്. ഇതൊരു 1/4 ടീസ്പൂൺ നമ്മുടെ ഗ്രാമ്പൂവിൻ്റെ പൗഡറാണ്. 1/4 ടീസ്പൂൺ സിനമൺ പൗഡറും കൂടെ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. 1-2 വട്ടം ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലായിടവും ഈ ബേക്കിംഗ് പൗഡർ ഒന്ന് മിക്സ് ആയി കിട്ടും. അതുപോലെ തന്നെ നമ്മളിട്ട് പൗഡേഴ്സും മിക്സ് ആയി കിട്ടും. 2 മുട്ട എടുക്കാം. ഞാനിപ്പോൾ ഈ മുട്ട 2 ബീറ്റർ കൊണ്ടാണ് അടിക്കുന്നത്. ഇപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്ക് ഇതുപോലുള്ള വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഫോർക്ക് കൊണ്ടോ ഒക്കെ നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് നേരം വിസ്ക് ചെയ്താൽ ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് കിട്ടും. ഞാനിവിടെ പക്ഷേ ബീറ്റർ കൊണ്ടാണ് ഇത് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ഇത് നന്നായിട്ട് ആറിയിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് അരിച്ചെടുക്കാൻ പോവുകയാണ്. ഒരു ജ്യൂസ് സെപ്പറേറ്റ് ആക്കാൻ പോവുകയാണ്. എന്നാലേ നമ്മളിപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി എങ്ങനെയാണ് സെപ്പറേറ്റ് ആക്കുന്നത്? ഈ മുട്ട ബീറ്റ് ചെയ്തതിലേക്ക് പൊടിയും ഈ ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം. അപ്പം ഞാൻ കുറേശ്ശെയാണ് ചേർക്കുന്നത്. ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ ബ്ലാക്ക് റൈസിൻസോ ഡ്യൂട്ടി ഫ്രൂട്ടിയോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേ അളവിൽ ആക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ ഈ ഒരു ജ്യൂസും പിന്നെ നമ്മുടെ ഫ്രൂട്ട്സും മാറി മാറി ഇട്ട് ഇളക്കി ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഒരേ ഡയറക്ഷനിൽ മാത്രം ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ചെയ്തെടുക്കുക. വളരെ സോഫ്റ്റായിട്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. വളരെ റഫായിട്ട് ബീറ്ററും കൊണ്ടോ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പെർഫെക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ കൈ കൊണ്ട് തന്നെ. ഇനി ഇതിലേക്ക് നമുക്ക് കാരമൽ ചേർക്കണം. കാരമൽ നല്ല തിക്കാണ്, ഈ ഒരു തിക്നെസ്സിൽ വേണം കിട്ടാനായിട്ട്. അല്ലേ, ഇത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലേ, നല്ല ഗ്ലേസിങ് ആയിട്ട് വരും നിൽക്കുന്നത്. ഭയങ്കര ഡാർക്ക് ഷെയ്ഡല്ല, എന്നാൽ ലൈറ്റ് ഷെയ്ഡും അല്ല. ഒരു കറക്റ്റ് രീതിയിൽ തന്നെ നമുക്ക് എടുത്താലാണ് പ്ലം കേക്ക് നല്ല ഡാർക്ക് ഷെയ്ഡ് ആയാൽ ഒരു കരിഞ്ഞ ചൊവ അല്ലെങ്കിൽ കയ്പ്പ് ചൊവയാണ്. കരിഞ്ഞ ചൊവയല്ല, കയ്പ്പ് ചൊവ വരും. ലൈറ്റ് ഷെയ്ഡ് ആണെങ്കിൽ കേക്കിന് കളറും കിട്ടത്തില്ല. അതൊരു മീഡിയം ലെവലിൽ നമ്മൾ എടുക്കുന്നതാണ് എൻ്റെ ഒരു വിജയം. നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അരിയൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കുക. ഒരേ സൈഡ് മാത്രമായിട്ട് നമ്മൾ മിക്സ് ആക്കി എടുക്കണം. ഇനി നമ്മൾ കണ്ടില്ലേ, നല്ല കളറിൽ വരുന്നുണ്ടല്ലേ. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 1 സ്പൂണ് ഹണി ഒഴിക്കാം. ഞാനിപ്പോൾ അത് ഒഴിക്കുന്നില്ല. ഇപ്പോൾ ഇതിങ്ങനെ മതിയാവും.
ഇതിനാവശ്യത്തിനുള്ള നല്ലൊരു റിച്ച്നെസ് വന്നിട്ടുണ്ട്. അപ്പോൾ മധുരം എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇനി ഞാൻ ഹണിയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ഓവർ വരും. അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇതിലേക്ക് ഞാൻ കുറച്ച് ആൽമണ്ട് ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പിസ്താഡ് ഫ്ലേക്സ് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കഴിഞ്ഞു. ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ ഞാൻ ഓവനിലല്ല വെക്കുന്നത്. ഞാൻ ഇതുപോലൊരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാകണം. നല്ല ഇപ്പോൾ ഞാനാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കാണ്. ദോശക്കല്ല് നന്നായിട്ട് ചൂടാകട്ടെ. ഇതിപ്പോൾ ഞാൻ ഇതുപോലുള്ള പാത്രത്തിൽ ബട്ടർ പുരട്ടിയിട്ടുണ്ട്. റൈസ് ചെയ്യുന്ന ബട്ടർ ഞാൻ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ബാറ്റർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അടച്ചിട്ട് ഇതോട്ടൊന്ന് വേവാൻ വയ്ക്കുകയാണ്. അപ്പം ഈ പാത്രം ഒന്ന് ചൂടാവുന്ന വരെ ഇത് നന്നായിട്ടൊന്ന് ചൂട് പിടിക്കട്ടെ. ഈ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. നമ്മൾ വെച്ച പാത്രം ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേനും നമ്മൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റുകയാണ്. എന്നാലേ ഇത് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ ഓവനിൽ വെക്കുവാണെങ്കിൽ 160 ഡിഗ്രിയിൽ ഒരു 50 മിനിറ്റ് 60 മിനിറ്റോളം വേണ്ടി വരും. നമ്മുടെ ടേസ്റ്റി പ്ലം കേക്ക് ഇവിടെ ഞാൻ എടുത്തു. നല്ല തണുപ്പ് മാറിയപ്പോൾ അത് അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഇത് പുറത്ത് കൊടുക്കേണ്ട ഒരു പ്ലം കേക്കാണ്. നമ്മൾ ഓർഡർ കിട്ടിയതാണ്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാണ് ഞാനിവിടെ. നമ്മൾ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കുറേ മാസങ്ങൾക്ക് മുമ്പേ നമുക്ക് വൈനിലൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഇതുപോലെ ഈ ഒരു റെസിപ്പി തന്നെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. അതേസമയം ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, സോക്ക് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇതേപോലെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് പുറത്തെടുത്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വൈനൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിന് പുറത്തും സൈഡും വൈനൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ജ്യൂസാണ് ബ്രഷ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ജാം ആണെങ്കിലും നിങ്ങൾക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനേക്കാളും ജാം ആകുമ്പോൾ ഇച്ചിരി സ്റ്റിക്കി ആയിട്ട് മാറും. അതിനേക്കാളും ജ്യൂസ് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. കുറേ ഇപ്പോൾ 14 ദിവസം മുന്നെയൊക്കെ നിങ്ങൾക്ക് ചെയ്ത് വെക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ ഒരു ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ എടുത്തിട്ട് നിങ്ങളത് ഈ വൈൻ ബ്രഷ് ചെയ്ത് കൊടുത്താൽ ക്രിസ്മസ് ആകുമ്പോഴത്തേനും വളരെ ടേസ്റ്റ് ആയിട്ട് നല്ല ജ്യൂസി നല്ല റിച്ച്നെസ്സിലും ഈ ഒരു പ്ലം കേക്ക് നിങ്ങൾക്ക് മുറിച്ചെടുത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ കുറേ പ്ലം കേക്ക് ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം ഉണ്ടാക്കും തോറും ഇതിൻ്റെ ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് നല്ല അറിവുകളാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തെടുക്കുന്ന പ്ലം കേക്ക്സൊക്കെ ഒരു ഫെയിലറും ഇല്ലാണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഓർഡർ തന്നവർക്കൊക്കെയും ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ചെയ്യാൻ വീട്ടിൽ തന്നെ ബേക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ പോലത്തെ സോസ്പാൻ ഇല്ലെങ്കിൽ നിങ്ങൾ അലുമിനിയം ചെറുപ്പത്തിനകത്തോട്ട് ഇതൊരു തട്ട് വെച്ചിട്ട് ഇറക്കി വെച്ച് അടച്ച് വെച്ചിട്ട് ഒരു 60 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം എന്നുള്ളതാണ്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നന്നായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്തിരി താമസിച്ചിട്ടാണെങ്കിലും ഞാനിത് ചെയ്തത്. തീർച്ചയായിട്ടും ഇതൊരു ന്യൂ ഇയർ വരെയെങ്കിലും ക്രിസ്മസിൻ്റെ എഫക്റ്റ് നിൽക്കുമല്ലോ. അപ്പോൾ ഈ തിരക്കുകളുടെ ഇടയിലെങ്കിലും ഞാനിത് ലോഡ് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പുതിയ വീഡിയോയിൽ നമ്മൾ ഉടൻ വരും. ബൈ ഫ്രം ചേഞ്ച് ഫുഡ് വേൾഡ്.